കേരള ഹൗസിൽ കേരള മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും അതുപോലെ തന്നെ നമ്മുടെ ഗവർണർ ഈ മൂന്ന് പേരും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ചായ കുടിയും പ്രാതലും ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. പ്രതിപക്ഷം പറയുന്നത് ഇത് കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്ന ചില അന്വേഷണങ്ങൾ അട്ടിമറിക്കാനാണ്. കരുവന്നൂർ അതുപോലെ SFIO ഒക്കെ അട്ടിമറിക്കാനാണ് ഈ നീക്കം എന്നാണ്. എന്താണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അത് പ്രതിപക്ഷത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമുക്കതൊന്നും അറിയില്ല. അത് അട്ടിമറിക്കാണ്. ഇത് പ്രശ്നം അതൊന്നല്ല. ഇത് പ്രധാനമായിട്ട് നടന്നത് കാരണം വെച്ചാൽ കേരളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചെറുതാണെങ്കിൽ സ്ട്രാറ്റജിക്കായ സ്റ്റേറ്റാണ്. അതുകൊണ്ടാണ് പണ്ട് ജവഹർലാൽ നെഹ്റു പട്ടേലൊക്കെ കേരളം തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമാണെന്ന് നോക്കാൻ സമ്മതിക്കാതിരുന്നു. പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് മാറ്റിയത്. അതെ. രണ്ടാമത്തെ കാര്യം സമ്പന്നമായ പ്രദേശമാണ്. കട കണ്ടെങ്കിൽ പോലും വളരെ സമ്പന്നവും മലയാളി ഡയസ്പോറൊക്കെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ BJPക്കാർ ഇപ്പം വിചാരിച്ചാൽ കേരളത്തിനെ മുക്കിക്കൊല്ലാൻ പറ്റും. കാരണം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകും. പക്ഷെ അങ്ങനെ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. BJPക്കാരല്ല ഈ പറയുന്ന കേന്ദ്ര സർക്കാർ RSS ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. RSS ആണല്ലോ തീരുമാനിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അവർക്ക് ആഗ്രഹമുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധി മറ്റ് പല തലങ്ങളും അത് ബാധിക്കും. അതിൻ്റെ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് ഉണ്ടാവും. അത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയൊക്കെ ബാധിക്കും. അപ്പം അതുകൊണ്ടാണ് ആ തലത്തിൽ സോഷ്യൽ അൺട്രസ്റ്റ് ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ രൂക്ഷമായിട്ട് ബാധിക്കുമെന്ന് തീർച്ചയായും. അപ്പോൾ അത് ഈഗോ മാറ്റി വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ്. ഇപ്പം നിർമ്മലാ സീതാരാമൻ നമ്മളെ JNU പ്രൊഡക്റ്റാണ്. JNU ഇപ്പം നിങ്ങൾക്കൊന്നും അതിന് ഇഷ്ടമുണ്ടാവും. JNUവിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പൊതുവേ JNUക്കാർക്ക് വലിയ തലക്കനൊന്നും ഉണ്ടാവും. വളരെ ഡൗൺ ടു എർത്ത് ആയിരിക്കും. അതിപ്പം ശരിയായ JNUക്കാർ കേട്ടോ, ശരിക്കും നല്ല വിവരമുള്ള അങ്ങനെ ആ പേരുള്ള ആളുകൾ. അല്ലാതെ ഈ കുർത്ത ഇട്ടുകൊണ്ട് JNU എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവന്മാർക്ക് ഭയങ്കര തലക്കനായിരിക്കും. പിന്നെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെന്ന് വെച്ചാൽ ഈ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള JNUക്കാരുണ്ട്. അവർക്ക് കുറച്ച് തലക്കനുണ്ടാവും. അത് പിന്നെ ആ പാർട്ടിയുടെ തലക്കനാണ്. കേരളത്തിൽ നിന്ന് പോകുന്നവരൊക്കെ മറ്റുള്ള ഇപ്പം ബീഹാർക്കൊന്നും ബംഗാളികൾക്കും ഞാൻ കണ്ടില്ല. കുറച്ച് തലക്കനം കണ്ടിട്ടുണ്ട് JNUക്കാർ. ശിവദാസനൊന്നുമില്ല. ശിവദാസൻ JNUവിനാണ് PhD ചെയ്തത്. ശിവദാസനൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ വേറെ ചില ആളുകൾക്കുണ്ട്. ഗസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബിജു കൃഷ്ണനും ഇല്ല. ബിജു കൃഷ്ണൻ ഇവിടെ CPMൻ്റെ ഇപ്പോഴത്തെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മറ്റേ മെമ്പറാണ്. കണ്ണൂർക്കാരനാണ്. ബാംഗ്ലൂർ ബേസ്ഡാണ്. ബിജു ഞാനാ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ബിജു ഒക്കെ വളരെ ഡൗൺ ടു എർത്താ. അപ്പം നമ്മൾ പറയുമ്പോൾ ഇതിൽ ആരല്ല എന്നും കൂടി പറയണം. ശിവദാസനല്ല, ബിജു അല്ല, വേറെ ആരായിരിക്കും നിങ്ങൾ ഗസ് ചെയ്താൽ മതി. അത് ഭയങ്കര അഹങ്കാരമുള്ള, അത് സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള ചില ആളുകളുണ്ട്. അപ്പം ഇവർ ഒരേ കയ്യിൽ ഈ പാർട്ടി കിട്ടിയപ്പോഴാണ് ദേശീയതലത്തിൽ പാർട്ടി തകർന്നു മനസ്സിലാക്കിയത്. അപ്പം ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നിർമ്മലാ സീതാരാമൻ അങ്ങനെ ഒരാളാണ്. അപ്പം നമ്മളവിടെയൊക്കെ വലിയ വലിയ മന്ത്രിമാരും വലിയ വ്യവസായിമാരുടെ മക്കളൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. നമുക്ക് അവരെ മനസ്സിലാകും പോലും ഇത്. കാരണം അവർ പടിക്കട്ടിലേക്ക് എഴുതുകൊണ്ട് ചായയും കുടിച്ച് സിനിമയും കണ്ട് നമ്മളെ കൂടെ സിനിമയും കണ്ടാണ് നമുക്ക് പിന്നെ അന്വേഷിച്ച് എന്നാളെ മോളാണ് ഇന്നാളെ മോനാന്നൊക്കെ മനസ്സിലാവുക. അതാണ് അവിടുത്തെ ഒരു സംസ്കാരം. നിങ്ങൾ വിചാരിക്കുന്നതിന് അവിടെ എല്ലാവരും കഞ്ചാവ് അടിച്ച് വെള്ളം അടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്നതൊന്നുമല്ല. അത് അവിടുത്തെ ചെറിയൊരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു സംഭവം എവിടെയുണ്ടാവും. അതല്ലാതെ അവിടെ ഭയങ്കര അങ്ങനെ ഒരു സൊസൈറ്റിയാണ്. അപ്പം നിർമ്മലാ സീതാരാമൻ അങ്ങനെ ഈഗോസ് ഇല്ല. പിണറായി വിജയൻ നിങ്ങൾ പുറത്ത് മസിലൊക്കെ പിടിച്ച് കാണുമെങ്കിൽ അദ്ദേഹത്തിന് ബേസിക്കലി അങ്ങനെ ഈഗോസ് ഇല്ല. പിന്നെ അദ്ദേഹത്തിന് ഉപദ്രവിച്ച് അദ്ദേഹം മനസ്സിൽ വെക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതർവൈസ് അത് മൂടി അങ്ങനെ തന്നെയാണ്. അതർവൈസ് അദ്ദേഹത്തിന് ചൊറഞ്ഞാൽ മാന്തോ അത്രയേ ഉള്ളൂ. അതല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ ഈഗോ ഉള്ള ആളൊന്നുമല്ല. ഇപ്പോൾ ഇത് ഗഡ്കരിയൊക്കെ ആയിട്ടുള്ള ബന്ധം കണ്ടില്ലേ? ഇപ്പോൾ മോഡീൻ്റെ മുന്നിലുള്ള പിന്നെ കംഫർട്ടബിൾ ആണ്. രണ്ടുപേരും അങ്ങനെ തന്നെ. അപ്പോൾ ഭയങ്കര മ്യൂച്വൽ റെസ്പെക്ട് ഇവർ തമ്മിലുണ്ട്. അപ്പം പിന്നാണെങ്കിൽ ഇപ്പം RSSൻ്റെ നോമിനിയാണ് ഇപ്പോഴത്തെ ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഒരു സ്വന്തം നിലയ്ക്ക് ഒരു പ്രസ്ഥാനമായിരുന്നു. പിന്നെ അന്ന് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്ത അജണ്ട എന്താണെന്ന് എനിക്കറിയില്ല. ഇനി പിണറായി ഒന്നും വരിക്കണം എന്നുള്ളതാണോ എന്നും അറിയില്ല. ഏതായാലും ഇപ്പോഴത്തെ ഗവർണർ അങ്ങനെ വളരെ സ്വാഭാവികമായിട്ടാണ് ഇടപെടുന്നത്. അപ്പം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്. സുരേഷ് ഗോപി മന്ത്രിയായിട്ട് അവിടെ ഉണ്ട്. സുരേഷ് ഗോപി ഇമോഷണലാണ്. പക്ഷേ മൂപ്പരെ ഒരു കാര്യം കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പര് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മമ്മൂക്കായിട്ട് ഇടക്കിടക്ക് തെറ്റിയായിരുന്നു. അപ്പം ഭയങ്കര ബന്ധമാണ്. എന്നാലും വന്നിട്ട് ചിലപ്പോൾ ഇനി നമുക്ക് വന്ന് എനിക്ക് വിളിച്ചില്ല ഞാൻ തെറ്റും. അങ്ങനെയാണ് സുരേഷ് അങ്ങനെ. പിന്നെ ജോർജ് കുര്യൻ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ. ജോർജ് കുര്യൻ വളരെ സൈലന്റ് ആയിട്ട് വളരെ പണ്ട് തൊട്ടേ, അതായത് ഈ രാജഗോപാൽ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ തൊട്ട് ലൈസൺ വർക്കുകൾ നന്നായിട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ PA ആയിരുന്നല്ലോ. നല്ല പേരുണ്ടെന്ന് ഞാൻ കേട്ടത്. ജോർജിന്റെ കൂടെ നിന്ന് ഈ അഡ്മിനിസ്ട്രേഷൻ നല്ല പരിചയമുള്ള ആളാണ്. അല്ല പിന്നെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. സെൻട്രൽ ട്രാവങ്ക് അച്ചാനല്ലേ വളരെ പ്ലീസിംഗ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. സെൻട്രൽ ട്രാവങ്ക് അച്ചാന്മാർക്ക് ഒരു ഗുണം വളരെ പ്ലീസിംഗ് ആയി കാര്യങ്ങൾ ചെയ്യും. അതിൽ കുബുദ്ധികളാണ് ഉള്ളിൽ കൂടെ പണിയാം. നിർബുദ്ധികളാണ് ഇത്ര നന്നായി പണി ചെയ്യാൻ പറ്റിയ ആളുകളില്ല. അതുകൊണ്ടാണ് ഇവർ എവിടെ പോയാലും ഇവരെ നമ്മൾ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇവർ പൊതുവേ നല്ല ആളുകളാണ്. അവർ നല്ല
കൃത്യമായി പണി. അതിൽ ഒന്ന് രണ്ട് കുബുദ്ധികളുണ്ടാവും, അവരെ കഴിച്ചാണ് നമുക്ക് ഇവരെ പറ്റി നെഗറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടായത്. അത് ഏത് സമുദായത്തിലും ഉണ്ടാവുന്നതാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അച്ഛന്മാർ ജോലി ചെയ്യുന്ന ഭയങ്കര മിടുക്കന്മാരും ഭയങ്കര പ്ലീസിങ്ങും പൊതുവേ കർത്താവിലൊക്കെ നല്ല വിശ്വാസമുള്ള ദൈവവിശ്വാസമുള്ള ആളുകളാണ്, ദൈവഭയം നന്നായിട്ടുള്ള ആളുകളാണ്. അവർ നമുക്കറിയാം സംസാരിക്കും. അതുകൊണ്ട് തന്നെ അധർമ്മം പ്രവർത്തിക്കും. ഇപ്പോൾ ജോർജ് കുര്യൻ എനിക്ക് തോന്നി, ഞാനും എൻ്റെ ഫസ്റ്റ് ഏഷ്യാനെറ്റ് ഡിബേറ്റിൽ അന്ന് അക്കത്തെ സൈഡിൽ ജോർജ് കുര്യൻ ഇപ്പത്ത് ഞാനാണ്. ഞാൻ മോഡീനെ ഇങ്ങനെ ഓരോ ഫാക്റ്റൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ അതിശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കും. ജോർജ് അപ്പുറത്ത് കൊടുത്ത് ജോർജിന് കിട്ടിയ നിർദ്ദേശം എന്ന് വെച്ചാൽ മോഡി എന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മോഡിയുടെ പേര് വന്നേ ഉള്ളൂ, എന്ത് വന്നാലും ഡിഫെൻഡ് ചെയ്യണമെന്നാണ്. എന്ത് വന്നാലും മോഡിയെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് മോഡിയും ഇങ്ങരും ജോർജ് കുര്യനും ഒരുമിച്ച് യുവമോർച്ചയുടെ മറ്റേ ദേശീയ ഏതൊക്കെ കമ്മിറ്റിയിലൊക്കെ ഇരുന്നാണ്, ഒരു സുഹൃത്തുക്കളാണ്. അപ്പം ജോർജ്, അപ്പം ഞാൻ പറയുന്നതൊക്കെ പിന്നെ എതിര് പറയുന്നുണ്ട്. പക്ഷെ ജോർജ് ഒരിക്കലും ഒരു ഇമോഷണൽ ആവുകയോ അല്ലെങ്കിൽ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുകയോ ഒന്നുമില്ല. ജോർജ് തന്നെ നേരെ കൃത്യമായ മകൻ. അത് കഴിഞ്ഞിട്ട് എന്നെ വലിയ കാര്യമായിരുന്നു ജോർജിന്, വല്ല കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു ടൈപ്പാണ് ജോർജ്. അപ്പോൾ ജോർജിന് നല്ല പേരുണ്ട് അവിടെ. അപ്പം പൊതുവേ കേരളത്തിന് അനുകൂലമായ അന്തരീക്ഷം. പിന്നെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനം ഒരുമിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിസന്ധി എന്താ വെച്ചാൽ ഒട്ടും കൂടി കൊടുക്കാമെന്ന് വിചാരിക്കാൻ പറ്റും ഇല്ല. അതിന് നല്ലൊരു ജസ്റ്ററാണത്. സ്വാഭാവികമായിട്ടും ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് കേസുകളൊക്കെ അടക്കം മുൻവിധികൾ എന്നാലും പണി കൊടുത്തേക്കാന്ന് വിചാരിക്കാൻ പറ്റും ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ, ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ. ഇപ്പോൾ പ്രഗ്നൻസി സാർ പണ്ട് കോൺഗ്രസിന് സ്വന്തമായ പാർട്ടി ഉണ്ടാക്കാൻ നോക്കിയ സമയത്താണ് ഇത്രയും നല്ല മനുഷ്യനായിട്ട് അദ്ദേഹത്തിന് ഇൻകം ടാക്സ് റൈഡായിരുന്നു. മരിക്കുന്ന സമയത്ത് പൈസ ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. പിന്നെ അദ്ദേഹം കോൺഗ്രസ്സിൽ വന്നു, എന്നിട്ട് ആ ഇൻകം ടാക്സ് റൈഡ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കലൊക്കെ തിരിച്ച് കിട്ടേ. അപ്പം അങ്ങനെയൊക്കെ കേന്ദ്രത്തിന് ബുദ്ധിമുട്ടിയാൻ പറ്റും. അപ്പം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നുണ്ടാവും. അതർവൈസ് അന്വേഷണമല്ല, നടക്കട്ടെ. അന്വേഷണമല്ല, ബേസിക്കലി ഇത് ഫെഡറൽ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു സംഭവം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ BJP ഒരു ഒഫീഷ്യൽ സ്റ്റാൻഡ് കേരളത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് LDF ഏൽപ്പിക്കുക, UDF തോൽപ്പിക്കുക, ഭരണപക്ഷത്തിരുന്ന് LDF നശിപ്പിക്കുക. ഒരു രാഷ്ട്രീയ അജണ്ടയാണ് കോൺഗ്രസ് മുക്ത ഭാരത്. കോൺഗ്രസ് മുക്ത ഭാരത് അതായിരിക്കാം, കോൺഗ്രസ് മുക്ത കേരളമായിരിക്കും. അപ്പം പിന്നെ അങ്ങനെ ഒരു സംഭവം. പക്ഷെ അങ്ങനെ പാർട്ടിക്കാർ പക്ഷെ അങ്ങനെ ഈ ധനവകുപ്പിനെയൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ അതല്ല, ഇത് പിന്നെ ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനായിട്ട് അടിയുണ്ടായ സമയത്തും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് BJPക്കിൻ്റെ വോട്ട് പല സ്ഥലത്തും LDF അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. അത് അവരുടെ അജണ്ടയാണ്. അജണ്ട എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഒരു UDF സഹായിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവേ UDF സഹായിക്കാറുള്ളത് അത് പിണറായി വിരോധം കൊണ്ടായിരുന്നു, CPM വിരോധം. അപ്പോൾ അതില്ല. ഇപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ട് വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് CPM ഭരണപക്ഷത്ത് നിന്നാൽ CPM നശിപ്പിക്കാൻ പറ്റും. ബംഗാളിലൊക്കെ അങ്ങനെ നശിച്ചത്. പ്രതിപക്ഷത്ത് നിന്നാൽ കോൺഗ്രസിന് ആയുസില്ല, അധികാരമുള്ളതുകൊണ്ടായി സാധനം നിൽക്കുന്നത്. അടുത്ത തവണയും കൂടി തോറ്റാൽ ലീഗ് അപ്പോൾ പോകും. പിന്നെ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ്സുകാർ നല്ലൊരു BJP പോകും. അങ്ങനെ അജണ്ട അവർക്കുണ്ട്. അത് ലോജിക്കല്ല പൊളിറ്റിക്കലി. അതിനുവേണ്ടി ധനവകുപ്പിന് ഉപയോഗിക്കുന്നില്ല, അത് മുമ്പേ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി കൂടുതൽ നല്ല ബന്ധം വരുന്ന സമയത്ത് കുറച്ചും കൂടി അത് അണികളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. അപ്പം BJP അനുഭാവികൾക്ക് അരിവാൾ ചുറ്റി വോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ കണ്ണ് കുത്തിയായിരിക്കും ചെയ്യണ്ടെങ്കിൽ തന്നെ കോൺഗ്രസിന് അവർ ചെയ്യും കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു അത് ഓൾറെഡി ഉണ്ട്. അതിപ്പോൾ ഇതിനിങ്ങനെ അത് സംഘർഷത്തിന് പൊതുവേ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ BJP എവിടെയെല്ലാം ഒരു 30,000 വോട്ടെങ്കിലും പിടിക്കുന്നുണ്ടോ, 30,000+ വോട്ട് പിടിക്കുന്ന സ്ഥലത്തെല്ലാം UDF നോക്കുകയാണ്. അതിന് അപവാദമായിട്ട് ചില മണ്ഡലങ്ങളേ ഉള്ളൂ, പാലക്കാട്, വട്ടിയൂർക്കാവ്. അത് ചില ബൈ ഇലക്ഷൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഇലക്ഷന് വേറൊരു സൈക്കോളജി വർക്കൗട്ട് ചെയ്യും. ലോക്സഭാ ഇലക്ഷൻ വേറൊരു സൈക്കോളജി വർക്കൗട്ട് ചെയ്യും. അതിൽ തന്നെ RSS വിചാരിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ തവണ ഇവർ വിചാരിച്ചിട്ടില്ല. വിചാരിച്ചാൽ തോൽപ്പിക്കായിരുന്നു. അതല്ലേ ഞാൻ 12 സീറ്റ് എന്ന് തോന്നുന്നത്. ഞാൻ വെറുതെ എന്തും പറയൂ. പക്ഷേ ഞാനത് കണ്ടു. ഞാൻ അതിന് ശേഷം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നാണ് അറിഞ്ഞത്. എന്നോട് പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞത് 2 സീറ്റ് കിട്ടിയാലായി, നീ വെറുതെ മണ്ടത്തരം പറയണ്ട. അന്നപ്പാണ് ഞാൻ അറിയുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ച വോട്ട്, കാരണം 400 സീറ്റ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് വരാൻ സീറ്റ് കോൺഗ്രസിന് കുറയ്ക്കണം. എന്നുവെച്ചാൽ കോൺഗ്രസ് ഓപ്പൺ ആക്കണം. ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. പക്ഷേ അത് ചെയ്തിട്ടില്ല. അത് പിന്നെ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വേറെ രീതിയിൽ വന്നതിന് പോകണം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അത് പക്ഷേ ഇതിപ്പം നിർമ്മലാ സീതാരാമൻ പോയി കണ്ടിട്ടില്ലെങ്കിലും അത് നടക്കേണ്ടതൊക്കെ നടക്കും. പിന്നെ അതിന് ആരെങ്കിലും നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ആരെയും നശിപ്പിക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ CPM നശിപ്പിക്കണമെന്ന് ആർക്ക് വിചാരിച്ചെടുക്കുകയാണ്. നശിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ശപിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശപിക്കുന്ന 2 പേരാണ് ഇന്ത്യയിൽ, 3 പേരാണ്: നരേന്ദ്രമോദി, അമിത്ഷാ, പിണറായി വിജയൻ. തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ശപിച്ചെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ പോളിസി. പിന്നെ അതാണ്. പിന്നെ അതുപോലെ BJP RSS എത്രയാണ് നിരോധിച്ചത്? നിങ്ങളെ പണിയെടുത്ത് ആർക്കും നിങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല. കോൺഗ്രസ് എന്ന ഭരണത്തിൻ്റെ ശീതളച്ചായാൽ അതുമാത്രം പാർട്ടി ഉണ്ടാക്കാതെ, പാർട്ടി ശ്രദ്ധിക്കാതെ പോയി. അതിൻ്റെ ഫലമാണ്
സംഘടനയെ അന്ന് അവരെ ചാരി നിന്ന ആളുകളാണ് RSS ഒക്കെ. കോൺഗ്രസിന് RSS നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കാലത്തൊക്കെ. ഇപ്പോൾ RSS ആയി കോൺഗ്രസ്, അതായത് ഇൻ ദ സെൻസ് പ്രധാനപ്പെട്ട സംഭവം RSS ആയി. കോൺഗ്രസ് അതിനെ ചാരിക്കാൻ നോക്കി അവരങ്ങ് മാറിക്കളഞ്ഞു. അതാണ് നിങ്ങളായിരുന്ന പ്രശ്നമല്ല, കോൺഗ്രസ്സുകാർ സ്വയം കൃതാനർത്ഥമാണ്, ആരും കുറ്റം പറഞ്ഞതിന് കാര്യമൊന്നുമില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചായ കുടി ഒരു സാധാരണ ചായ കുടിയാണ്. കേരളത്തിന് കിട്ടേണ്ടതെല്ലാം അത്രേ ഉള്ളൂ, കിട്ടും, അത്രേ സംസാരിച്ചിട്ടുണ്ട്. ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് CPM അകത്ത് ഈ ചാനലിൽ വന്ന് കുറയ്ക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് അനിൽകുമാർ ഒന്നല്ല, അനിൽകുമാർക്ക് വളരെ സ്വാഭാവികം സംസാരിക്കുന്ന ആളാണ്. അനുയായികളല്ലല്ലോ, ഇടതുപക്ഷ നിരീക്ഷകർ എന്ന് പോയ സാധനങ്ങൾ. ഇവർ പലർക്കും CPM ഒരു ബന്ധമില്ല, അന്വേഷിച്ചാൽ മതി. CPM ബന്ധമുള്ളതുണ്ട്. ഇപ്പോൾ ജയരാജൊക്കെ CPM ബന്ധമുള്ളതാണ്. മറ്റേ നമ്മുടെ ഇയാളില്ലേ, ബന്ധത്തെ മുമ്പേ ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മുസ്ലിം ഉണ്ടല്ലോ നമ്മുടെ കൊല്ലംകാരൻ അഡ്വക്കേറ്റ് അസ്കർ, ഇവരൊക്കെ ഇടതുപക്ഷമായി. പിന്നെ അതുപോലെ ജയചന്ദ്രൻ, അത് നെക്സലായിരുന്നു, ഇടതുപക്ഷക്കാരൻ. വേറെ പലതും ഉണ്ട്. ഇവരൊക്കെ വന്ന് വെറുപ്പിക്കാതിരുന്നാൽ മതി RSS. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.